അതുപോലെ തന്നെ സിഎയിലും ഇതാ നമുക്ക് ഭയങ്കര റിസൾട്ടാണ് 80+ ഫൗണ്ടേഷൻ പാസ് ആവുന്നത്. അതേപോലെ തന്നെ ഇന്ററിലാണെങ്കിലും നല്ല റിസൾട്ടുകൾ എന്ത് ചെയ്യുന്നു, ഒരുപാട് പേര് ബോത്ത് ഗ്രൂപ്പ് പാസ് ആവുന്നു, കുറച്ച് പേര് സിംഗിൾ ഗ്രൂപ്പ് പാസ്, അത്രയും റിസൾട്ട്. രവി സാറിന്റെ ക്ലാസ് കിട്ടിയ ഒരു സ്റ്റുഡന്റ് സത്യം പറഞ്ഞാൽ അത് ടഫാണോ, അത് പഠിക്കാൻ പറ്റാത്ത കഴിയുന്നല്ല, അത് നിയമം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ജീവിതത്തിൽ നമ്മൾ കേൾക്കുന്ന പേരാണ് ടേണിംഗ് പോയിന്റ്. ആദ്യം കേൾക്കുക 10 കഴിയുമ്പോഴാണ്, എടാ മോനെ ഇതാണ് നിന്റെ ശരിക്കുള്ള ടേണിംഗ്, എടാ മോളെ ഇതാണ് നിന്റെ ശരിക്കുള്ള ടേണിംഗ് പോയിന്റ്. പിന്നെ സാറേ നമ്മൾ 10 വരെ പല പല സബ്ജക്റ്റാ പഠിക്കുന്നത്. നമ്മൾ പോകുന്ന മേഖലയ്ക്ക് അനുസരിച്ച് എന്ത് ചെയ്യാൻ സബ്ജക്റ്റുകൾ മാറുന്നുണ്ട് അല്ലെ. ഇപ്പോ സയൻസ് ബാക്ക്ഗ്രൗണ്ട് പോകുന്നവർക്ക് 10 വരെ ഉള്ളത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നത്. നമ്മൾ പഠിച്ച മാത്സ് ഒക്കെ ബേസ് ആണ്, എല്ലാവർക്കും ബേസ് ആണ്, അതിൽ അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങളൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. ഒരു കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ 10th ഒരു നോളജ്, ബേസിക് നോളജ് എന്തായാലും ഉണ്ടാവും. പ്ലസ് 1 പ്ലസ് 2 എടുക്കുന്ന ചില ടോപ്പിക്സ് മാത്രം CA ഫൗണ്ടേഷൻ ഉണ്ട്. അല്ലാണ്ട് പ്ലസ് 1 പ്ലസ് 2 സയൻസ് കവർ ചെയ്ത അതിന്റെ സിലബസ് ഒന്നുമല്ല. ചില ടോപ്പിക്സ് ആകുമ്പോൾ ഇന്റഗ്രൽസും ഡിഫറൻസിയേഷൻ അതൊക്കെയാണ് ഫൗണ്ടേഷൻ. ആ ഒരു ചെറിയ ടോപ്പിക്സ് മാത്രമാണ് എന്ത് ചെയ്യുക അഡീഷണൽ ആയിട്ട് വരാം. അതെ, ഫാക്കൽറ്റി പൂളൊന്നും നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നില്ല. അടിപൊളി ക്ലാസ് ഫാക്കൽറ്റി നമുക്ക് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല, ക്വാളിറ്റിയാണ് ബാധിക്കുന്നത്. നമ്മളെ ഫാക്കൽറ്റി പൂളിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നില്ല. നമ്മൾ ഓരോ സബ്ജക്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ മാത്സ് എടുക്കുന്ന യൂസഫ് സാറാണ്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഫാക്കൽറ്റിയാണ്. അതുപോലെ തന്നെ എക്കണോമിക്സ് എടുക്കുന്നത് ബാസിൽ സാർ, CA ബാസിൽ സാറും മുബഷിർ സാറും കൂടെയാണ്. പിന്നെ റെക്കോർഡ് 99 ആണ് എക്കണോമിക്സിൽ. അതെ, മുബഷിർ സാർ ഏറ്റവും കൂടുതൽ മാർക്കുള്ളത് 99 ആണ്. അതായത് 100-ൽ 99. അതും കോമ്പറ്റീറ്റീവ് കോഴ്സുകൾ, CA പോലുള്ള ഒരു കോമ്പറ്റീറ്റീവ് കോഴ്സുകളിൽ 99 എന്ന് പറയുന്നത് ഭയങ്കര ഹൈ. യൂസഫ് സാർക്കും 90+ സ്കോറുകൾ ഒരുപാടുണ്ട്. അതേപോലെ അക്കൗണ്ടൻസി സാറിന്റെ സ്റ്റുഡൻസ് ഒരുപാട് മാർക്കുകൾ. അപ്പൊ ഇത് എല്ലാ എല്ലാ ടേമിലും കിട്ടണമെന്നില്ല. അപ്പൊ ആ കുട്ടികളുടെ ആ ഒരു ഡെഡിക്കേഷനും ഈ ഒരു പ്രോപ്പർ ഗൈഡൻസ്, അതായത് ഗൈഡൻസും വേണം, കുട്ടികളുടെ എഫേർട്ടും വേണം, രണ്ടും കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് ഈ ഒരു സക്സസ്, ഭയങ്കര ഹെവി സക്സസ്. പക്ഷെ ഈ പിള്ളേർ വരുന്ന സമയത്ത് അവർ മെന്റാലിറ്റി ഡിഫറെന്റ് ആയിരിക്കും. സ്കൂൾ വൈബ്, ട്രിപ്പ്. പക്ഷെ സ്വാഭാവികമായിട്ട് ഒരു കോഴ്സിൽ ചേരുന്ന സമയത്ത് അതെന്തോ മോൾഡ് ചെയ്ത് എടുക്കാറാണ്. ഇത് എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് വരാം, ഇപ്പം ഫുള്ള് കളി മോഡാണ്, വൈബാണ്. പക്ഷെ പിന്നെ നമ്മൾ ആ ഒരു സാഹചര്യം അല്ലെ, എല്ലാ കുട്ടികളും CAക്ക് പഠിക്കാൻ നിൽക്കുമ്പോൾ കുറെ പേര് സീരിയസ് ആയിരിക്കും. ഈ സീരിയസ് അല്ലാത്ത ആളുകളും കൂടെ ഇവരെ കാണുമ്പോൾ ഓപ്ഷൻ ഇല്ല. കാരണം അവര് ഡെഡിക്കേറ്റ് ചെയ്ത് കോഴ്സ് എടുത്തു, മുന്നിലിരിക്കുന്ന എല്ലാവരും CA പഠിക്കാൻ. ഇവരൊക്കെ ആദ്യം നമ്മൾ വിചാരിക്കും ഇവരൊക്കെ എന്താ അത്ര സീരിയസ്. പക്ഷെ ഈ സീരിയസ് അല്ലാതെ ഇതിനെ വളരെ സിമ്പിൾ ആയിട്ട് കാണുന്നവർ പാസ് ആവുന്നുണ്ട്. അതായത് നമ്മൾ ഇതിനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. ആക്ച്വലി വളരെ ഈസി ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് കൊടുക്കുന്ന വർക്കുകൾ കൃത്യമായി ചെയ്ത് നല്ല രീതിയിൽ പഠിച്ച് കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കും. നമ്മളെ ഫോക്കസും അത് തന്നെയാണല്ലോ. അല്ല സാർ, സത്യമാണല്ലോ. CA കേസിൽ നമ്മൾ പറഞ്ഞു വെച്ചാല് CA മെറ്റീരിയൽ ഇപ്പൊ ഫൗണ്ടേഷൻ ആണ് 4 മെറ്റീരിയൽ, 4 സബ്ജക്ട് ആണ്. ഓക്കെ, സാറിന് അറിയുന്ന പോലെ സത്യം പറഞ്ഞാൽ ഈ മെറ്റീരിയൽ പഠിച്ചാൽ മാത്രം അവർ മതി, ഒരു കൂടുതലൊന്നും പറയണ്ട. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പം നമ്മൾ ടഫസ്റ്റ് ഒരു എക്സാം ഇന്ത്യയിൽ അല്ലെങ്കിൽ വേൾഡ് വൈഡ് നമുക്കൊരു റെക്കഗ്നൈസ്ഡ് ടഫസ്റ്റ് എക്സാം ആണ് CA. പക്ഷെ CA എന്ന് വെച്ചാൽ എല്ലാവരും വിചാരിക്കുന്നത് സംഭവം ടഫ് തന്നെയാണ്, അങ്ങനെ വിചാരിച്ചൊന്നും കിട്ടില്ല, അത്രയും എഫർട്ട് കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ കിട്ടുള്ളൂ. പക്ഷെ സത്യം പറഞ്ഞാൽ ആ മെറ്റീരിയൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ICന്റെ ആ മെറ്റീരിയൽ പഠിച്ചാൽ തന്നെ CA പാസ് ആവും. അല്ലാണ്ട് നമുക്ക് ഈ ബാക്കിയുള്ള എക്സാം പോലെ ഇപ്പം PSC എക്സാം ചെയ്യുന്നുണ്ട്, കുറെ UPSC എക്സാം ഒക്കെ അതിൻ്റെതായ വാല്യൂസ് ഉണ്ട്. പക്ഷെ അവർക്ക് ജനറൽ നോളജ് അറിയണം, ജനറൽ ആയിട്ട് അറിയണം, വേറെ എന്തൊക്കെയോ അറിയണം. പക്ഷെ CA ആവണമെങ്കിൽ ഒന്നും അറിയണ്ട. CA എന്ത് പഠിച്ചാൽ മതി, അവർ പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽ മാത്രം പഠിച്ചാൽ എന്താവും, അവർക്ക് CA ക്രാക്ക് ചെയ്യാൻ പറ്റും. അത് കൃത്യമായ രീതിയിൽ പഠിക്കുക. അതെ, പ്രോപ്പറായിട്ട് അതിൻ്റെതായ രീതിയിൽ പഠിക്കണം. ഓക്കെ, തോന്നിയ പോലെ അല്ല, അതിന്റെ പ്രോപ്പർ ഗൈഡൻസ്, അതിന്റെ സ്ട്രക്ചേഴ്സ് ഒക്കെ ആ രീതിക്ക് തന്നെ പഠിക്കണം. ഇപ്പം ഇന്ററിലും 6 സബ്ജക്ട്സ് ആണ്. ആ ബുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ആ മെറ്റീരിയൽ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ ലെവലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. സത്യമാണ്. അല്ലാണ്ട് നമുക്കിപ്പോൾ ജനറൽ ആയിട്ട് കുറെ അറിയണം. ഞാൻ ബുദ്ധിജീവിയാണെങ്കിൽ +2 10th ഫുൾ ഉണ്ടാവണം, അല്ലെങ്കിൽ +2 80 എബോൾ ഉണ്ടാവണം, എന്നാലും അവർക്ക് അങ്ങനെയൊന്നും ഇല്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. അത് നമ്മൾ കാണുന്ന ഒരു സാധനമാണ്. 10th ചിലരൊക്കെ ചോദിക്കും എനിക്ക് ഫുൾ A+ ഉണ്ടെങ്കിൽ മാത്രമാണ്. അതായത് ഫുൾ A+കാരല്ലോ, നമ്മളിപ്പോ എത്രയോ പേരെ പഠിപ്പിക്കും, നമ്മൾ കുറെ കൊല്ലങ്ങളായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇതിൽ ഫുൾ A+കാരൊന്നുമില്ല. നമ്മളെ മുമ്പിൽ എല്ലാവരും പാസ്സാവും. പിന്നെ +2 വരെ എല്ലാവരും ഭയങ്കര ഡെഡിക്കേറ്റഡ് ആവണമെന്നൊന്നുമില്ല സാർ. പിന്നെ നമ്മൾ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആണ്. +2 എന്ന് പറയുന്നത് നമ്മളൊരു മെയിൻ ടേണിംഗ് പോയിന്റ്. പലരും പറയും ഇത് 10th ആണ് ടേണിംഗ് പോയിന്റ്. അത് ജീവിതത്തിൽ നമ്മൾ കേൾക്കുന്ന പേരാണ് ടേണിംഗ് പോയിന്റ്. ആദ്യം കേൾക്കുക 10 കഴിയുമ്പോഴാണ്, എടാ മോനെ ഇതാണ് നിന്റെ ശരിക്കുള്ള ടേണിംഗ്, എടാ മോളെ ഇതാണ് നിന്റെ ശരിക്കുള്ള ടേണിംഗ് പോയിന്റ്. അപ്പൊ ഈ ടേണിംഗ് പോയിന്റ് കഴിഞ്ഞാൽ എങ്ങോട്ട് തിരിഞ്ഞു, ഒന്നുകിൽ സയൻസിലോട്ട് തിരിഞ്ഞു, അല്ലെങ്കിൽ കോമേഴ്സിലോട്ട് തിരിഞ്ഞു. ഇതാണ് നമ്മൾ നോർമലി, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിലേക്ക് തിരിഞ്ഞു. ഇതാണ് നമ്മൾ നോർമലി കാണുന്നത്. പിന്നെ +2 കഴിയുമ്പോഴായിരിക്കും വീണ്ടും പാരന്റ്സ് വരും, എന്താ ശരിക്കുമുള്ള ടേണിംഗ് പോയിന്റ് ഇതാണ്. ആക്ച്വലി ടേണിംഗ് പോയിന്റ് ഇതല്ലേ? ശരിക്കും ഉറപ്പല്ല സാറേ. ഇതാണ് അവര് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. +2 അവർ എന്താണ് ചെയ്യുന്നത്, എന്താണ് ഒരു കോഴ്സ് എടുക്കുക, അതാണ് അവർ ഫ്യൂച്ചർ. അവർ ഫ്യൂച്ചറിൽ ഇപ്പൊ ഒരു +2 എന്നൊരു കുട്ടീന്റെ ഒരു
ആവറേജ് ഒരു ഏജ് എന്ന് പറഞ്ഞാൽ 18, നോർമലി 18 ആണ്. 18 കഴിഞ്ഞിട്ട് ആ ഒരു 18 to 19 ഒരു 2 years പിടിച്ചോ, ആ 18 വയസ്സും 20 വയസ്സും എടുക്കുന്ന ഒരു ഡിസിഷൻ ആണ് നെക്സ്റ്റ് അവർക്ക് ഒരു ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത് 60 years ആണ്. അപ്പൊ ആ 18 19 വയസ്സിൽ എടുക്കുന്ന ഒരു ഡിസിഷൻ ആണ് നെക്സ്റ്റ് 40 years അവർ എന്ത് ചെയ്യേണ്ടത്, അവർ വർക്ക് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ അവർ ഡിസൈഡ് ചെയ്യുന്നത്. പല രീതിയിൽ പോവാം. ചിലർ ഡിഗ്രിക്ക് പോകുന്നു, ഡിഗ്രി മോശം എന്നല്ല പറയുന്നത്, പക്ഷെ ഡിഗ്രി ഒരു നോർമൽ ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഭയങ്കര കൂടുതലാണ് ഡിഗ്രി ഹോൾഡേഴ്സ് അല്ലെ. കാരണം ഇപ്പോ ഡിഗ്രിയുടെ പാസ് പെർസെന്റേജ് അത്രത്തോളം കൂടുതലാണ്. അപ്പൊ നമ്മളൊരു കോമ്പറ്റീറ്റീവ് കോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിമാൻഡ് ഇത്ര ഹൈ എന്ന് പറയാനുള്ള കാരണം എന്താ, നമ്മുടെ റിസൾട്ട് തന്നെയാണ്. ഈ റിസൾട്ട് കുറവ് എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി ടഫ് ആക്കുന്നതല്ല, സെലക്റ്റീവ് ആയിട്ട് നല്ല ഡെഡിക്കേറ്റഡ് ആയ ആളുകൾ പാസ്സായാൽ മതി എന്നാണ്. ഇപ്പോ ഞാൻ പറയാം, സിംപ്ലി പറയാം, ഓൾ ഇന്ത്യ നമ്മൾ 10% റിസൾട്ട് ഉള്ളൂ എന്ന് വിചാരിക്കാം. 20,000 കുട്ടികൾ എഴുതുന്നു വിചാരിക്കാം. 10% എത്ര ഉണ്ട്? 2000 ആളുണ്ട്. ഈ 2000-ൽ ഒരാളാവാനാണ് ഞാൻ പഠിക്കേണ്ടത്, അല്ലാതെ 18,000-ലല്ല. ആ തോൽക്കുന്ന 18,000-ലെത്താനല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പോ CA is just doing the filtration. ഇതിൽ ക്വാളിറ്റി അല്ലെങ്കിൽ അത്രയും ഡെഡിക്കേറ്റഡ് ആളുകൾ എന്ത് ചെയ്താൽ മതി, പാസ്സായാൽ മതി. അപ്പൊ എന്താ നടക്കുന്ന, ഈ ഫിൽട്രേഷനിൽ സ്വാഭാവികമായിട്ടും അടുത്ത ആളും കൂടെ ക്വാളിറ്റി കൂട്ടും. ഇത് ഒരു വട്ടം തോൽക്കുന്ന സമയത്ത് ഇത് നമ്മൾ ആരും വിട്ടുകൊടുക്കുന്നില്ല. തോൽക്കുന്ന സമയത്ത് എന്താ തോന്നുക, അയ്യോ ഇത്ര മാർക്കിന് പോയി, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടെ എന്ത് ചെയ്യാം, പഠിക്കാം. അപ്പൊ ആ ഒരു സാധനം അവിടെ എന്ത് ചെയ്യാണ്, നമ്മൾ ആ ഒരു ICAനെ വെല്ലുവിളിക്കുക, എന്നെ ഇനി എന്ത് ചെയ്യണം, തോൽപ്പിക്കണം എന്നുള്ള ലെവലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു കേസ് വരാം അല്ലെ. ചിലപ്പോ തോൽവികൾ വരിക എന്ന് പറയുന്നത് എന്താ, നമ്മൾ പഠിച്ച എഫേർട്ടിൽ എന്തെങ്കിലും ഒരു ചേഞ്ചോ അല്ലെങ്കിൽ തോൽവി. ഇപ്പൊ നമുക്ക് സഞ്ജുവിനെ സ്റ്റോറിന് എടുത്താൽ പോരെ. അതെ, ഇപ്പൊ റീസെന്റ് നമ്മൾ സഞ്ജു സാംസന്റെ കണ്ടു. സഞ്ജു സാംസൺ ടീമിൽ സ്ഥാനം ഉണ്ടാവോ എന്നുള്ള സിറ്റുവേഷനിൽ നിൽക്കായിരുന്നു. പിന്നീട് പെട്ടെന്ന് എന്ത് ചെയ്യാണ്, ഒരാൾക്ക് പരിക്കാവുന്നുള്ള, അഭിഷേക് ശർമ്മയ്ക്ക് പരിക്കാവുന്ന അങ്ങനെ ഒരു എൻട്രി കിട്ടുന്നു. ആ എൻട്രിയിൽ 8 ബോളിൽ 22 അടിച്ചൊരു സ്റ്റാർട്ട്, ഒരു കിഡിലെ സ്റ്റാർട്ട് ടീമിന്. ചെറിയ സ്കോറുമായിരുന്നു, എല്ലാ കളിയും ഭയങ്കര ചെറിയ സ്കോർ. അന്നാണ് പവർ പ്ലേയിൽ ഏറ്റവും കൂടുതൽ റൺ വരുന്നത്. സഞ്ജു വന്ന ഒരു സ്റ്റാർട്ട് കൊടുത്തപ്പോ പിന്നെ പിന്നാലെ ഇഷൻ കിഷൻ ഒക്കെ ആ ഒരു പുതിയൊരു ഫോർമേഷൻ തന്നെ ഭയങ്കര ചേഞ്ച് ചെയ്യുന്നു. അതേപോലെ നമ്മൾ ജീവിതത്തിൽ പല സ്ട്രാറ്റജീസ് ഭയങ്കര ഇമ്പോർട്ടന്റ്. ഇന്ത്യൻ ടീം ആ ഒരു സ്ട്രാറ്റജി എടുത്തത് നമ്മളെ വേൾഡ് കപ്പ് വിജയിക്കാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സഞ്ജു സാംസൺ അവിടെ ഒരു അവസരം കിട്ടുന്നു. സഞ്ജു സാംസന്റെ ഒരു കംബാക്ക് തന്നെ നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞ് നമ്മള് ക്വാർട്ടർ ഫൈനൽ ആയിക്കോട്ടെ, സെമി ഫൈനൽ, ക്വാർട്ടർ എന്ന് പറയേണ്ടി വരും ആക്ച്വലി, സൂപ്പർ 8 എന്ന് പറയുമെങ്കിലും ആക്ച്വലി ക്വാർട്ടർ ഫൈനൽ അത് ഔട്ടായാൽ ഇന്ത്യ ഇല്ല. അപ്പൊ അന്നൊരു 89, അത് കഴിഞ്ഞ് സെമി ഫൈനലിൽ വീണ്ടും ഒരു 85, ഫൈനലിൽ വീണ്ടും ഒരു 89. എന്താണ് ഒരു കൺസിസ്റ്റൻസി, അതായത് അത്രയും ഒരു കംബാക്ക് മൊമെന്റ് ആയിരുന്നു ഒരു സഞ്ജു സാംസൺ. അതേപോലെ ഇപ്പൊ CAയിലും നമുക്ക് എന്തുണ്ടാവും, ഫെയിലിയേഴ്സ് ഒക്കെ ഉണ്ടാവും. ഈ ഫെയിലിയേഴ്സ് എന്ന് പറഞ്ഞ ഒരിക്കലും നമ്മൾ അല്ല, അത് നമ്മൾ ഫെയിലിയറിൽ നിന്നും പഠിക്കാം. ഇപ്പൊ സഞ്ജു സാംസണ് ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അവൻ എപ്പോഴും കളിച്ച ഫുൾ ഷോട്ട് അല്ലെ, എപ്പോഴും ആ ഫുൾ ഷോട്ട് എന്ന് പറയുന്ന സാധനത്തിലാണ് ഈ റീസെന്റ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് ആയത്. പക്ഷെ സഞ്ജു സാംസൺ എന്ന് പറഞ്ഞാൽ ഇത്ര നീറ്റായിട്ട് കളിക്കുന്ന കുറച്ച് ഗെയിംസ് നമ്മൾ ഇപ്പോഴാണ് കണ്ടത്. അതായത് ഈ പുൾ ഷോട്ട് ഒന്നും ട്രൈ ചെയ്യാതെ നമ്മളെല്ലാം മാക്സിമം ഡ്രൈവ് ചെയ്ത് 4 ആക്കുന്നതും, അതായത് നല്ല ബോളുകൾ മാത്രം 6 അടിക്കാൻ ശ്രമിക്കുന്ന, അതാണ് ഒരാളുടെ ചേഞ്ച്. ആ ഒരു സ്ട്രാറ്റജി മൊത്തത്തിൽ മാറ്റുന്നു പറയുന്നത്. അതേപോലെയാണ് നമ്മളുടെയും ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മളെ സ്ട്രാറ്റജീസ് മാറ്റേണ്ടി വരും. നമ്മൾ പഠിച്ച മെത്തേഡ്സ് ആയിരിക്കും മാറ്റേണ്ടി വരും. അല്ലാതെ നമ്മൾ തോൽക്കാൻ കാരണം നമ്മൾ പഠിക്കാത്തതല്ല, നമ്മളെ മെത്തേഡ്സ് ആയിരിക്കും. അവിടെയാണ് ഗൈഡൻസിന്റെ അല്ലെ സാറേ. അല്ല സാറേ, വേറൊരു പോയിന്റ് ഉണ്ട്. സഞ്ജു ആ ഫൈനൽ കഴിഞ്ഞതിന് ശേഷം അവൻ മാൻ ഓഫ് ദി ടൂർണമെന്റ് ആണല്ലോ. അപ്പൊ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അവനക്കൊരു ഗൈഡൻസ് കിട്ടിയിട്ടുണ്ട്, സച്ചിന്റെ പ്രോപ്പർ ഗൈഡൻസ്. അവൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ചാൻസ് കിട്ടാണ്ട് ഞാൻ ഇങ്ങനെ മാറിയിരിക്കുന്ന സമയത്ത് എന്ത് മൈൻഡ് സെറ്റ് ആണ് എന്റെ ഉണ്ടാവേണ്ടെന്നുള്ള ഒരു ചോദ്യം അവനക്ക് വന്നുകൊണ്ട് അവനക്ക് ആര് ഗൈഡൻസ് എടുക്കണം എന്ന് അറിയുന്നില്ല. അപ്പൊ അവൻ ആര് ഡയറക്റ്റ് കണക്ട് ചെയ്തത് ലെജൻഡ്. അതെ, അതേപോലെയാണ് ഇവിടെയും. അപ്പൊ ഏത് സ്റ്റുഡന്റ് ആയാലും ഒരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടിയാൽ ആർക്കും എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഗൈഡൻസ് അത് എവിടെയാണ്, എങ്ങനെയാണ്, ഏത് രീതിയിലാണെന്നാണ് വെരി ഇമ്പോർട്ടന്റ് റോളാണ്. അത് അവരെ ഡിസ്ക്രിപ്ഷനാണല്ലോ, അവരെ ചോയ്സ് ആണ്. അത് അവർ പ്രോപ്പർ ആയിട്ടൊന്ന് സോർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈസി എന്ത് ചെയ്യാൻ പറ്റും, അക്വയർ ചെയ്യാൻ പറ്റും. അത് എന്തായാലും ഏത് കോഴ്സ് ആയാലും. സാർ, അപ്പോൾ നമ്മൾ ഫൗണ്ടേഷന്റെ ഫാക്കൽറ്റി കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്ററിന്റെ എങ്ങനെയാണ് സാറിന്റെ? അപ്പൊ എന്താ സാറേ, നമ്മള് എന്തായാലും നമ്മൾ ബെസ്റ്റേ കൊടുക്കും. കാരണം അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റി. നമ്മൾ എപ്പോഴും ഫോക്കസ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ റിസൾട്ട് ആണ് നമ്മൾ ഫോക്കസ്. കാരണം സൈലം എന്ന് പറയുന്നത് കൊമേഴ്സ് മാത്രമല്ല, സൈലം, നീറ്റ്, JEE എല്ലാ മേഖലകളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ റിസൾട്ട്. അതായത് നമ്മൾ പൊതുവെ ഒരു ക്യാപ്ഷൻ പറയല്ലോ, റിസൾട്ട് സ്പീക്സ് എന്ന് പറയൂലേ, അതാണ് അല്ലേ. സൈലത്തിന്റെ
ഏത് മേഖല എടുത്ത് നോക്കിയാലും റിസൾട്ട് ഉണ്ട് സാറേ. ഇപ്പൊ റീസെന്റ് വന്ന CMA നല്ല റിസൾട്ടാണ്, നമുക്ക് റാങ്ക് ഹോൾഡർ വരാനുണ്ട്. അതുപോലെ തന്നെ CA നമുക്ക് ഭയങ്കര റിസൾട്ടാണ്, 80+ ഫൗണ്ടേഷൻ പാസ് ആവുന്നു. അതേപോലെ തന്നെ ഇന്ററിലാണെങ്കിലും നല്ല റിസൾട്ടുകൾ എന്ത് ചെയ്യുന്നു, ഒരുപാട് പേര് ബോത്ത് ഗ്രൂപ്പ് പാസ് ആവുന്നു, കുറച്ച് പേര് സിംഗിൾ ഗ്രൂപ്പ് പാസ് ആവും, അത്രയും റിസൾട്ട്. അപ്പൊ നമ്മൾ എപ്പോഴും റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ എടുത്ത് പറഞ്ഞു, ഇപ്പൊ ഫൗണ്ടേഷന്റെ ഫാക്കൽറ്റി ഇപ്പോൾ നമ്മൾ പറഞ്ഞു, മാത്സ് എടുക്കുന്നത് യൂസുഫ് സാർ, അതേപോലെ എക്കണോമിക്സ് എടുക്കുന്നത് മുബഷിർ സാറും ബാസിൽ സാറാണ്, അക്കൗണ്ടൻസി എടുക്കുന്നത് സാറ് തന്നെയാണ്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് ലോ എടുക്കുന്ന അഡ്വക്കേറ്റ് രവി സാറാണ്. അത്രയും എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ആണ് സാറിന്റെ, അല്ലെ, എന്റെ ഗുരു കൂടിയാണ്. സാറ് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്നെ പഠിപ്പിച്ചിട്ടില്ല, ബട്ട് എനിക്ക് വളരെ വളരെ നന്നായിട്ട് അറിയുന്ന, നമ്മളെ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന സാർ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആണ്. കാരണം മൂപ്പര് എക്സ്പീരിയൻസും നോളേജും, കാരണം ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അത് കണക്ട് പരീക്ഷയ്ക്ക് ആ ക്വസ്റ്റ്യൻ ആൻസറും അത് കിട്ടുന്നു എന്ന് എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി അറിയുന്ന സാറാണ്. അല്ല, പൊതുവെ എല്ലാവരും ലോ ഭയങ്കര ടഫാന്ന് പറയാം ജനറലി ആണ്, അല്ലാന്നൊന്നും പറഞ്ഞു. കാരണം ഈ ലോ എന്ന് പറയുന്ന പേപ്പർ ബാക്കിയുള്ള സബ്ജക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ പുതിയതാണ്, കംപ്ലീറ്റ് തിയറിയാണ്, ഒരു ലോയർ ആവാൻ പഠിക്കുന്നതാണോ, ആ ഒരു മെന്റാലിറ്റി ഒക്കെ പിള്ളേർക്ക് വരാം. അപ്പൊ അത് ക്രാക്ക് ചെയ്യുന്ന പൊതുവെ പിള്ളേർക്ക് ടഫ്നെസ് ആണ്. പക്ഷെ സത്യം പറഞ്ഞാൽ രവി സാറിന്റെ ക്ലാസ് കിട്ടിയ ഒരു സ്റ്റുഡന്റ് സത്യം പറഞ്ഞാൽ ഒരാളും പോലും എന്ത് ചെയ്തിട്ടില്ല അത് ടഫാണോ, അത് പഠിക്കാൻ പറ്റാത്ത വൈകുന്നല്ല. അത് നിയമം ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. അതെ, അത് കാരണം ലോ എന്ന സബ്ജക്ട് ബാക്കിയുള്ള സബ്ജക്ട് പോലെ ജസ്റ്റ് ഡെലിവറി ചെയ്യലല്ല. ഇപ്പൊ അക്കൗണ്ട്സ് ഒക്കെ ആണ്, ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ അക്കൗണ്ടിങ് ഫാക്കൽറ്റി ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ആ കൺസെപ്റ്റ് കാര്യങ്ങൾ പറയാം, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ക്ലിയർ. പക്ഷെ ലോ ഒരിക്കലും ഇത് ഇങ്ങനെയാണ് അതിങ്ങനെ പറഞ്ഞ ഒരു കാര്യമില്ല. അത് ശരിക്കും റിയൽ ലൈഫ് എക്സ്പീരിയൻസ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. എക്സ്ട്രാ സ്റ്റോറീസോ അവർ കണക്ട് ചെയ്യാൻ പറ്റും, അവർക്ക് റിമെമ്പർ ചെയ്യാൻ പറ്റും, പല കാര്യങ്ങളും എന്ത് ചെയ്യണം, അത് ഡെലിവർ ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ പിള്ളേരുടെ മൈൻഡിൽ അതാ ഉണ്ടാവാം. അപ്പൊ അത് കണക്ട് ചെയ്തിട്ടായിരിക്കും അവർ പല പ്രൊവിഷൻസും ക്ലോസും ഒക്കെ എന്ത് ചെയ്യും, റിമെമ്പർ ചെയ്യാൻ പറ്റുന്നത്. അപ്പം അത് ലോന്റെ കേസിൽ ഒരു എക്സെപ്ഷണൽ കേസാണ്. അത് ബാക്കിയുള്ള ഉറപ്പാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഓർമ്മ, ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ് സാറിന്റെ ക്ലാസ്. ഓഫ് കോഴ്സ് ക്ലാസ്സിനേക്കാൾ കൂടുതൽ സാറിന്റെ സ്റ്റോറി ഒക്കെ ഭയങ്കര തരില്ല. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ സാർ ഒരു സ്റ്റോറി ടെല്ലർ ആണ്. നല്ല രീതിയിൽ സാർ നമ്മള് സാർ ടോപ്പിക് അടക്കം ഇങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിലിരിക്കും. പക്ഷെ സാറിന് സ്റ്റോറി തുടങ്ങിയല്ലേ ഫുൾ കോൺസെൻട്രേഷൻ ആണ്. സാർ എന്തോ സൈലൻസ് അത്രയും അടിപൊളി. അത് ഒന്നില്ല, അത് സാറിന്റെ എക്സ്പീരിയൻസ് ആണ്. സാറിന്റെ പിന്നെ ഇന്ററിന്റെ ഫാക്കൽറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോ എടുക്കുന്നത് നിമിത് സാറാണ്. വളരെ നമുക്ക് ഇപ്പൊ ഭയങ്കര ഇഷ്ടപ്പെട്ട, അല്ലെ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാക്കൽറ്റീസിൽ ഒരാളാണ് നിമിത് സാർ. പിന്നെ ആക്ച്വലി അക്കൗണ്ട്സ് എടുക്കുന്നത് നജ്മുദ്ദീൻ സാർ. അതെ, നജ്മുദ്ദീൻ കള്ളൻ, അല്ലെ, കള്ളൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ പിന്നെ നമ്മൾ അക്കൗണ്ട്സ് എടുക്കുന്ന ഫാക്കൽറ്റി എന്ന് പറഞ്ഞാൽ നജ്മുദ്ദീൻ കള്ളനാണ്, കള്ളൻ, അല്ലെ, കുട്ടികൾ അല്ലെ, CA കള്ളനാണ്, കള്ളൻ എന്നറിയപ്പെടുന്ന നജ്മുദ്ദീൻ സാറാണ്. പിന്നെ ആക്ച്വലി ടാക്സ് എടുക്കുന്ന CA ബാസിൽ സാറും. ഞാൻ പറയണോ, ഒരു ക്രൗഡ് പുള്ളർ ഫാക്കൽറ്റി, GST എടുക്കുന്ന ക്രൗഡ് പുള്ളർ ഫാക്കൽറ്റി നമുക്ക് സൈലത്തിനുണ്ട്. സൈലത്തിൽ ഒരു ക്രൗഡ് പുള്ളർ ഫാക്കൽറ്റി ഉണ്ട്, ദിനേശ് സാർ നിങ്ങൾ തന്നെയാണ്, ഒരു സംശയമില്ല. ഞാൻ എപ്പോഴും ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഉണ്ടാവും. നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ബറ്റാലിയൻസ് ഉണ്ട്, ഉള്ളൊരു സൈഡ് ലെഫ്റ്റ് റൈറ്റ് ഒക്കെ ഉണ്ട്. ഞാനൊക്കെ വരുമ്പോൾ ഒറ്റയ്ക്ക് ഞാൻ വരും, ആരും ഇല്ല. അതെ അതെ. പിന്നെ നമുക്ക് വരുന്നത് ഓഡിറ്റിംഗ് എടുക്കുന്നത് ഇന്ദു സാർ. ഇന്ദു സാറിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. സാറിന്റെ ഒരു പ്രാക്ടിക്കൽ, അല്ലെ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ സാർക്ക് എത്രയോ ക്വാളിഫിക്കേഷൻ, ഒരുപാട് അറിയില്ല എന്തിനാണെന്ന് അറിയില്ല, കൂടുതൽ ക്വാളിഫിക്കേഷൻ മൂപ്പര്. ഞാൻ എപ്പോ ഒരു ഫ്രീ കിട്ടിയാലും എന്റെ ഒരു അനാലിസിസ് പ്രകാരം ഫാക്കൽറ്റി ലെവലിൽ കൂടുതൽ ബുക്ക് വായന ഉള്ളത് മൂപ്പർക്കാണ്. കുറെ ബുക്കും കുറെ നോളജും സാർ മൂപ്പര് കണ്ടു. മൂപ്പര് പേഴ്സണൽ കുറെ വീഡിയോസ് ഒക്കെ ഇടുന്നത് ഫുള്ള് ചാനൽ. അപ്പൊ ഞാൻ ഇത് എടുത്ത് ഇങ്ങനത്തെ സീൽ ഇതൊന്നും ഇല്ലല്ലോ, നമ്മൾ പഠിച്ചതാണല്ലോ. പക്ഷെ മൂപ്പര് വായനന്റെ ആ ഒരു ഇതാണ്. സാർ നമ്മൾ നേരത്തെ രവി സാറിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും ഇന്ദു സാറിന്റെ ക്ലാസ്. കുറെ സ്റ്റോറി ടെല്ലിംഗ്സ് ഉണ്ട്. സാർ ഇപ്പൊ റീസെന്റ് ഇവിടെ കുട്ടികൾ ഇന്ദു സാർ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ കുട്ടികൾ എനിക്ക് ഡയറക്ട്ലി അറിയാം ഇന്ദു സാർ. അപ്പൊ കുട്ടികൾ ഇങ്ങനെ എടുത്ത് പറയുന്നതാണ് സാർ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ അത്രത്തോളം പ്രാക്ടിക്കൽ കാര്യങ്ങളുണ്ടാവും. സാറിന്റെ എക്സ്പീരിയൻസ് ആണ് അവിടെ. അത് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ സബ്ജക്ട് ആണ്. അതൊക്കെ ഒരു പലരും ട്രൈ എന്ന് പറയുന്നു. എല്ലാവരും പറഞ്ഞു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട്. ഞാൻ അപ്പുറത്ത് ഓഡിറ്റിംഗ് എങ്ങനെ ഓഡിറ്റിംഗ് ഉണ്ടെന്ന് വെച്ചപ്പോ ചിലര് പറയും സാർ അത് ഡ്രൈ അല്ലേ. പക്ഷെ സാർക്ക് അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല. മൂപ്പര് കാരണം മൂപ്പർക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ടായതുകൊണ്ട് വായന ഉണ്ടായിരുന്നു. കുറെ സ്റ്റോറീസ് മൂപ്പര് കണക്ട് ചെയ്ത് പിള്ളേരെ ആ ഒരു ഫോക്കസ് മൂപ്പര് എന്ത് ചെയ്യും പിടിച്ചു നിർത്തിയാണ് മൂപ്പര് ക്ലാസ് ഡെലിവർ ചെയ്യാം. ഓഡിറ്റിംഗ് ആൻഡ് SM എന്ന് പറയേണ്ടി വരും. SM എടുക്കുന്നത് സനൽ സാർ. ഇപ്പോ ഡോക്ടർ കൂടെ ആണ്, ഇപ്പൊ പ്രൊഫസർ അല്ലെ, പ്ലസ് ഡോക്ടറേറ്റ് ഒക്കെ എടുത്തു. അപ്പൊ ഡോക്ടർ CMA സനൽ സ്വാമിനാഥൻ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അദ്ദേഹത്തിന്റെ എന്നെ പഠിപ്പിച്ച സാറാട്ടോ, എന്നെ ഫൈനലിൽ പഠിപ്പിച്ച സാറാണ് സനൽ സാറ്. സനൽ സാറ് ക്ലാസ് അടിപൊളിയാണ്. പിന്നെ സാറ് തരുന്ന നോട്ടിൽ നിന്ന് ചോദ്യം വരുന്നത്. അതായത് സാറ് ഇങ്ങനെ പഠിപ്പിക്കുന്ന കുറച്ച് നമുക്കിങ്ങനെ എല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് ഇന്നത് പഠിക്കുക അതൊന്ന് ചോദ്യം വരും. നമുക്ക് കംഫർട്ടാ, അതാണല്ലോ വേണ്ടത്. സനൽ സാറെ കുറിച്ച് എടുത്തു പറഞ്ഞു, എന്റെ ഗുരു കൂടിയാണ്. അപ്പൊ സാർ നേരത്തെ രവി സാറിനെ കുറിച്ച് പറഞ്ഞ പോലെ എന്റെ ഗുരുവാണ് ഇത് സനൽ സാർ എന്ന് പറയുന്നത്.
പിന്നെ ഉള്ളത് നമ്മള് കോസ്റ്റിംഗ് FM എടുക്കുന്നത്, കോസ്റ്റിംഗ് ആണെങ്കിലും FM എടുക്കുന്നത് നമ്മള് മർസൂഖ് സാർ, CA മർസൂഖ് സാർ, തിരൂര് പ്രാക്ടീസിംഗ് ചാർട്ടറിനെ കൊണ്ട്. തിരൂര് മാത്രല്ല, അങ്ങ് ദുബായിലുള്ള പറയില്ലേ, ഓവറോൾ ഫേമസ്. അതെ, ഓവറോൾ ഫേമസ്. സാർ പുറത്തും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, നമ്മള് ഇന്ത്യയിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രത്തോളം ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റിയാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും ടോപ്പ് മാർക്കൊക്കെ 95 കോസ്റ്റിംഗിൽ 95 അത്യാവശ്യം നല്ല മാർക്ക് മേടിച്ചിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് ഇപ്പൊ ഞാൻ ഇന്ന് കേട്ടതിൽ വരെ 80+ കുറെ സ്കോറുകൾ കോസ്റ്റിംഗിൽ വന്നിട്ടുണ്ട്. അപ്പൊ സാറിന്റെ ക്ലാസിന്റെ ഒരു ക്വാളിറ്റിയാണ്. സാർ പിന്നെ ഒരു യുണീക്ക് മെത്തേഡിലാണ് പഠിപ്പിക്കുക. അപ്പൊ ആ ഒരു മെത്തേഡ് എന്നോട് കഴിഞ്ഞ നമ്മുടെ റാങ്ക് ഹോൾഡർ വിപിൻ ദാസ്, സാർ കേട്ടിട്ടുണ്ടെന്നറിയില്ല, തൊട്ട് മുമ്പത്തെ റാങ്ക് ഹോൾഡർ, ഓൾ ഇന്ത്യ 50th റാങ്ക് ഹോൾഡർ ഇവിടെ നിന്നായിരുന്നു, സൈലത്ത് നിന്നായിരുന്നു. അപ്പൊ വിപിൻ ദാസ് നമ്മളെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അന്ന് പറഞ്ഞിരുന്നു മർസൂഖ് സാറിന്റെ ഒരു മെത്തേഡ്. ആദ്യമൊക്കെ ഒരു ഡൗട്ട് ചെയ്തിരുന്നു, കാരണം എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റുമോ, പക്ഷെ സാറിന്റെ മെത്തേഡുകൾ ഇങ്ങനെ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് നമ്മളെ ഒരു ഓരോ ഫാക്കൽറ്റീസിനെയും ക്വാളിറ്റി ചെയ്യുന്നത്. പിന്നെ സാർ അവിടെ മർസൂഖ് സാറിന് വരുന്ന ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ സാർ 2 പേപ്പർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, കോസ്റ്റിംഗും ഒരു കോമ്പിനേഷൻ ആണ്. സത്യം പറഞ്ഞാൽ ഗ്രൂപ്പ് 2 ഒരു 150 മാർക്സ് ആരുടെ കയ്യില്ല, നമ്മുടെ കയ്യില്ല. അപ്പൊ സത്യം പറഞ്ഞാൽ ആ ഒരു അത് മാത്രമല്ല FM കോസ്റ്റിംഗ് ഒരു കണക്ട് ചെയ്യാൻ പറ്റും. അത് ഒരേ ഫാക്കൽറ്റി അവർക്ക് കുറച്ചും കൂടി ബെറ്റർ ആണ്, സ്റ്റുഡൻസിനൊക്കെ കുറച്ചും കൂടി എന്താവും, അടിപൊളിയാവും. സാധാരണ നമുക്ക് പൊതുവെ അറിയാം സാർ, അത്ര അടിപൊളി നമ്മളോട് പറയുന്നത്, നമ്മളോട് ഇങ്ങനെ കുറച്ച് കുട്ടികൾ ഭയങ്കര കണക്ഷൻ പറയുന്നുണ്ടാവും. സൈലത്തിന് നമ്മൾ കൊടുക്കുന്ന ബെസ്റ്റ് ഫാക്കൽറ്റികളാണ്. അപ്പൊ ഒരു സംശയം വേണ്ട. അല്ല, അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല സാർ, നമ്മൾ റിസൾട്ട് തന്നെ പ്രൂവ് ആണ്. അതെ അതെ. പിന്നെ കുട്ടികൾ, അല്ല സാറേ ഞാൻ പറയുന്നത്, കുട്ടികൾ എന്ത് ചെയ്യട്ടെ, പുറത്ത് അന്വേഷിക്കട്ടെ, ഓരോ ഫാക്കൽറ്റീസിനെയും കുറിച്ച് അന്വേഷിച്ച്. അത്രയും കോൺഫിഡൻസിലാണ് പറയുന്നത്. ഓരോ ഫാക്കൽറ്റീസ് നമ്മൾ തെരഞ്ഞെടുത്ത് കൊണ്ടുവന്നതാ, ഓരോ സ്ഥലത്തും എടുത്ത് പ്രോവൻ ആയിട്ടുള്ള അത്രയും റിസൾട്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫാക്കൽറ്റീസ് മാത്രമാണ് സൈലത്തിൽ എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ചേഞ്ചസ് വരാം. പിന്നെ നമുക്ക് എല്ലാ ബാച്ചിലും ഒരേ ആളെ എടുക്കണമെന്നില്ല, ബട്ട് നമ്മൾ എവിടെയും കോംപ്രമൈസ് ചെയ്യുന്നില്ല. ബെസ്റ്റ് ഉണ്ടാവുള്ളൂ. ബെസ്റ്റിന്റെ ഇൻഡസ്ട്രി ആയിരിക്കും നമുക്ക് ക്ലാസ്. പിന്നെ എല്ലാ ഫാക്കൽറ്റി അതിന്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ ഒരാളെ തന്നെ വാശി പിടിക്കുന്നതിലും കാര്യമില്ല സത്യം പറഞ്ഞാല്. അതെ, ഓരോരുത്തരും മെത്തേഡ് ക്ലാസ് മനസ്സിലാവുന്നുണ്ട്. ഫൈനലി അവർക്ക് ഓക്കെ ആണോ, ക്ലാസ് അവർ ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അവർക്ക് കൺസെപ്റ്റ് ക്ലാരിറ്റി കിട്ടുന്നുണ്ടോ, അതാണ് മുഖ്യം സത്യം പറഞ്ഞാല്. അപ്പൊ സാറേ സിംപ്ലി പറഞ്ഞു വരികയാണെങ്കിൽ, സ്ട്രീം ഏതും ആവട്ടെ, കൊമേഴ്സ് ആവട്ടെ, സയൻസ് ആവട്ടെ, ഹ്യൂമാനിറ്റീസ് ആവട്ടെ, CA എവിടെ പഠിക്കണം? സൈലത്ത് പഠിക്കണം. കാരണം എന്താ, അതായത് റിസൾട്ട് അല്ലെ, നമ്മളുടെ റിസൾട്ടുകളും അതുപോലെ തന്നെ അന്വേഷിച്ചിട്ടോ അതെ ഫാക്കൽറ്റി പൂളുകളൊക്കെ നോക്കിയിട്ട് എല്ലാം നോക്കിക്കൂട്ടെ, എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് റിസൾട്ടും ഫാക്കൽറ്റി പൂളും ഒക്കെ ചെക്ക് ചെയ്തിട്ട് കുട്ടികൾ അത്രയും ഷുവർ ആയിട്ട് എന്ത് ചെയ്താൽ മതി, ഇവിടെ ജോയിൻ ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഫുൾ കോൺഫിഡൻസിൽ നമ്മൾ പറയുന്നു, നിങ്ങൾക്ക് ധൈര്യമായിട്ട് സൈലത്തിൽ ജോയിൻ ചെയ്യാം. അടിപൊളി ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും.